സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. എൻ്റെ പേര് ദിവ്യ. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പാൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പാൽ 1 ആൻഡ് പാൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പാൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പാൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ട്യൂസ്ഡേയുടെ എനർജി എന്താണ്. ഫെബ്രുവരി 4 ട്യൂസ്ഡേയുടെ എനർജി. പാൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് ഇന്നത്തെ ദിവസം വന്നിട്ട് താങ്ക് യു. താങ്ക് യു. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. ഒത്തിരി സ്പിരിച്വൽ എനർജി ഓവറോൾ ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ലക്കിൻ്റെ എനർജിയാണ്, ഭാഗ്യത്തിൻ്റെ എനർജിയാണ്. എന്തെങ്കിലും സിറ്റുവേഷനിൽ നിന്നിട്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നതായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭാഗ്യം, അങ്ങനത്തെ എനർജീസും ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം കുറേ കൂടെ ആത്മീയത, സ്പിരിച്വാലിറ്റി ആ ഒരു എനർജിയായിട്ടും കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. ഇൻറ്റ്യൂഷൻ ത്രൂ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗൈഡൻസ്, എന്തെങ്കിലുമൊക്കെ എനർജീസ് വരുന്നുണ്ടാകാം. അപ്പോൾ അത് കുറേ കൂടെ ട്രസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് ഒരു ബ്ലെസ്സിങ് അവൈലബിൾ ആണ്. 2 ഓഫ് സോഡ്സിൻ്റെ എനർജി. കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത് ജഡ്ജ്മെൻറ്റിൻ്റെ എനർജിയാണ്. അതായത് നിങ്ങളൊരു സിറ്റുവേഷൻ എങ്ങനെയാണ് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്, അതിൽ കുറച്ചൊരു ക്ലാരിറ്റി, വ്യക്തത കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. കുറേ കൂടെ എഗെയിൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ചുറ്റും ഒത്തിരി ഡിസ്റ്റർബൻസ് ഉണ്ടാകാം, ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഒത്തിരി എനർജീസ് ഉണ്ടാകാം. അപ്പോൾ ഏതിൽ ഫോക്കസ് ചെയ്യണം എന്നറിയില്ല, ആര് പറയണമെന്ന് വിശ്വസിക്കുന്നതെന്നറിയില്ല, അങ്ങനത്തെ ഒരു എനർജിയും വരുന്നുണ്ടാകാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലെല്ലാം നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ ആ ഒരു പവറിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് എന്താണോ, നിങ്ങളുടെ ഹാർട്ട് സ്പേസിൽ എന്താണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, ആ ഒരു എനർജി ആയിട്ട് മുന്നോട്ട് പോകുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ജസ്റ്റിസ്, നീതിയുടെ എനർജിയാണ്, അത് ചൂസ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് മണി, ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇഷ്യൂസിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാസ്റ്റിൽ എന്തെങ്കിലും പൈസ, പ്രോപ്പർട്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആൻസിസ്ട്രിയെ കുറിച്ചിട്ടായിരിക്കാം എന്തെങ്കിലുമൊക്കെ തെറ്റായ ഒരു ധാരണ, തെറ്റായ ഇൻഫർമേഷൻ, അങ്ങനത്തെ എന്തെങ്കിലും എനർജി കൂടെ പോയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഉള്ളിൽ മാനസികമായിട്ട് ഒത്തിരി വിഷമങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് പേർക്ക് ആ ഒരു എനർജി പോസിറ്റീവായിട്ട് മാറ്റാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് പ്രോപ്പർട്ടി വാങ്ങാനായിട്ടായിരിക്കാം, ഭൂമി വാങ്ങാനായിട്ടായിരിക്കാം, ബാങ്ക് ബാലൻസിൽ കുറച്ചൊരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ എനർജി ആയിരിക്കാം കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ആയിട്ട് വരുന്നത്. ഇവിടെ 19 ദ സണ്ണിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. ഇന്നൊരു മെയിൻ ഒരു കാര്യം നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത് ട്രൂത്ത്, സത്യത്തിൻ്റെ എനർജിയാണ്. അതിൽ നിന്നിട്ട് എങ്ങനെ പ്രവർത്തിക്കാം, അതിൽ നമ്മൾ ഉറച്ചു നിന്ന് കഴിയുമ്പോൾ ഫൈനലി നമ്മളുടെ ലൈഫിൽ എങ്ങനെ ഒരു പോസിറ്റീവ് റിസൾട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ നമ്മൾ സത്യം പറഞ്ഞു, അല്ലെങ്കിൽ നീതിക്ക് വേണ്ടിയിട്ട് നിന്നു, അതുകൊണ്ടിട്ട് മനസ്സിന് ഒരു ആശ്വാസം, ഒരു ശാന്തി, ആ ഒരു എനർജി കൂടെ പോകാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ആ ഒരു തീം അല്ലെങ്കിൽ ആ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ പിടിവാശിയായിരിക്കാം, എന്തെങ്കിലുമൊക്കെ പിടിവാശി ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കടുംപിടുത്തത്തിൻ്റെ എനർജിയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അത് റിലീസ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ പോസിറ്റീവ് എനർജി ആയിട്ട്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച് തുടങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും എന്തെങ്കിലുമൊക്കെ ലെസൺസ് ഇന്നത്തെ ദിവസം നിങ്ങൾ ലേൺ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 8 ഓഫ് കപ്സ് ആണ്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആവശ്യമുള്ളത് സ്വീകരിക്കുക, വേണ്ടാത്ത എനർജീസ് ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്, ഗൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഇമോഷണൽ എനർജി കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. ഓവർ തിങ്കിങ്ങിൻ്റെ എനർജി ആയിരിക്കാം, അതെല്ലാം കുറച്ചൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട്.
അപ്പോൾ എന്തെങ്കിലും ജഡ്ജ്മെൻറ്റ് എനർജി, എന്തെങ്കിലുമൊക്കെ നിങ്ങളെക്കുറിച്ചിട്ട് മറ്റുള്ളവരെ കുറിച്ചിട്ട് എന്തെങ്കിലും അങ്ങനത്തെ എനർജിയിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യുക. അത് നിങ്ങളെ ഇന്നത്തെ ദിവസം ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഹാർട്ട് സ്പേസിന് ഒത്തിരി ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യാനായിട്ടും, കുറച്ച് പേർക്ക് യൂണിയൻ്റെ എനർജി ആയിരിക്കാം, ഒത്തുചേരലിൻ്റെ എനർജി ആയിരിക്കാം. അതും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ടാകാം. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ട്യൂസ്ഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ട്യൂസ്ഡേയുടെ എനർജി എന്താണ്. ഫെബ്രുവരി 4 പായൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ എനർജീസ് എന്താണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. സിക്സ് ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം ഓവറോൾ ഒത്തിരി പാഷൻ, ഒത്തിരി ഇൻസ്പിറേഷൻ. കുറച്ച് പേർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം. നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം. അപ്പോൾ ഒത്തിരി പോസിറ്റീവ് എനർജി ഇന്നത്തെ ദിവസം ഓവറോൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പേജ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി, 3 ഓഫ് വാൻഡ്സിൻ്റെ എനർജി. ഇവിടെ നമുക്ക് ഒത്തിരി പാഷൻ കാണുന്നുണ്ട്. ഒത്തിരി പുതിയ ഐഡിയാസ്, പുതിയ കാര്യങ്ങളിൽ നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് അഡ്വെഞ്ചർ, എന്തെങ്കിലുമൊക്കെ ഇതുവരെ ചെയ്യാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ കുറച്ചൊരു ശ്രദ്ധ ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. ചിലപ്പോൾ പുതിയ കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്യണ സമയത്ത് കുറച്ചും കൂടെ അതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കാനായിട്ട്, പഠിക്കാനായിട്ട്, താൻ എന്താണോ ചെയ്യുന്നത് അതിലൊരു ഡിറ്റർമിനേഷനോട് കൂടി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് ഇന്നത്തെ ദിവസം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ദൃഢനിശ്ചയം, താൻ ചെയ്യുന്നത് കറക്റ്റാണ്, ഇങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത്. എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും, എന്തൊക്കെ ബ്ലോക്സ് വന്നാലും ഞാൻ ഉറച്ച വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്നതാണ്. ഫെയ്ത്തിൻ്റെ എനർജി, വിശ്വാസത്തിൻ്റെ എനർജി, അതെല്ലാം ഇന്നത്തെ ദിവസം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 4 ഓഫ് സോഡ്സിൻ്റെ എനർജി, 9 ഓഫ് സോഡ്സിൻ്റെ എനർജി വരുന്നുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഓറ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് ചുറ്റുമുള്ള എനർജി എങ്ങനെ ക്ലെൻസ് ചെയ്ത് നിർത്താം, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ലെസൺസ്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഇന്നത്തെ ദിവസം മനസ്സിലാക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ഉള്ളിലായിരിക്കാം. എന്തെങ്കിലുമൊക്കെ ഫൊർഗീവ് ചെയ്യാനായിട്ടുള്ള, ക്ഷമിക്കാനായിട്ടുള്ള എനർജി ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ വീട് പരിസരം കുറച്ചും കൂടെ ക്ലിയർ ആക്കുക. നിങ്ങൾ പുറത്ത് പോയി തിരിച്ചു വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി എനർജീസ് ആയിട്ടായിരിക്കാം വരുന്നുണ്ടാകുക. നമുക്കറിയില്ല എന്താണ് പോസിറ്റീവ്, എന്താണ് നെഗറ്റീവ്. അപ്പോൾ തിരിച്ച് വീട്ടിൽ വരുന്ന സമയത്ത് അതെല്ലാം ക്ലെൻസ് ചെയ്യാനായിട്ട് സോൾട്ട് ബാത്ത് എടുക്കുക, കുറച്ചും കൂടെ നമ്മളുടെ ഡ്രസ്സൊക്കെ മാറുക, ക്ലെൻസ് ചെയ്യുക. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എനർജീസായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഇൻ കേസ് നിങ്ങൾക്ക് വീട്ടിൽ തിരിച്ചു വരുന്ന സമയത്ത് ഒരു ഇറിറ്റേഷൻ, ഫ്രസ്ട്രേഷൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് നന്നായിട്ട് ഉറങ്ങേണ്ട ആവശ്യവും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. റെസ്റ്റ് എടുക്കേണ്ട ആവശ്യവും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളുടെ എനർജീസ് ഒത്തിരി ഡ്രെയിൻ ചെയ്ത് പോയിട്ടുണ്ടാകാം. അപ്പോൾ ആ ഒരു കാര്യത്തിലും കുറച്ചൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ഈ ഒരു ദിവസം പറയുന്നുണ്ട്. 7 ഓഫ് സോഡ്സിൻ്റെ എനർജി, കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം കുട്ടികളായിട്ടുള്ള എന്തെങ്കിലും എനർജി എക്സ്ചേഞ്ചിൽ കുറച്ചൊന്ന് കെയർഫുള്ളായിട്ടിരിക്കാനായിട്ട് പറയുന്നുണ്ട്. ചിലപ്പോൾ അവരോട് കുറച്ചൊന്ന് ഓപ്പൺ ചെയ്ത് സംസാരിക്കേണ്ട ആവശ്യം വരുന്നുണ്ടാകാം. അവരെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ അവർക്ക് പറയാൻ സാധിക്കാതെ വരുന്നുണ്ടാകാം. ഇതെല്ലാവർക്കും അപ്ലൈ ആകണം എന്നില്ല. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നതും കുറച്ച് പേരെ ഇന്നത്തെ ദിവസം ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേരോട് ഇന്നത്തെ ദിവസം ലവ് റിലേഷൻഷിപ്പായിട്ടുള്ള കാര്യങ്ങളും കുറച്ചും കൂടെ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ കുറച്ചും കൂടെ ഫോക്കസ്, ശ്രദ്ധ ആവശ്യമായിട്ടും വരുന്നുണ്ടാകാം. അപ്പോൾ അതെല്ലാം കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേരോട് നൈറ്റ് ടൈം, സന്ധ്യ കഴിഞ്ഞിട്ടുള്ള സമയം കുറച്ചൊന്ന് കെയർഫുള്ളായിട്ടിരിക്കാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഈ ഒരു 3 ഓഫ് വാൻഡ്സിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ
തടസ്സങ്ങൾ എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജ് തരണം ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർ എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നുണ്ടാകാം. നിങ്ങളുടെ ഉള്ളിലോട്ട് എന്തെങ്കിലും ഇൻസ്പിറേഷൻ, എന്തെങ്കിലും ഐഡിയ വരുന്നുണ്ടാകാം. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ക്ലിയർ ആകുന്ന സമയത്ത് കുറച്ച് പേർ അതിനനുസരിച്ചിട്ട് ഇവിടെ ആക്ഷൻസ് എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് പാസ്റ്റിലെടുത്ത എന്തെങ്കിലും ആക്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചെയ്യാനായിട്ടും കുറച്ച് പേർ ഇന്നത്തെ ദിവസം ശ്രമിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ പാസ്റ്റിലെടുത്ത തീരുമാനങ്ങൾ അത് മാറി ചിന്തിക്കുന്ന ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ട് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഇൻറ്റ്യൂഷനും ട്രസ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസും ട്രസ്റ്റ് ചെയ്യുക. അത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നതാണ്, സംരക്ഷിച്ച് നിർത്തുന്നതാണ്. അപ്പോൾ അതും ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ ട്യൂസ്ഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.